ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബാങ്കർ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടാണ്. നമുക്ക് വീട്ടിൽ നമ്മൾ എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ബീഫ് കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. ബീഫ് ഇടിച്ചതാണ് ഇതിൻ്റെ പേര് വരുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വീടുകളിൽ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണത്. നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മൾ എടുത്തേക്കുന്ന ബീഫ് 300 ഗ്രാം ബീഫാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട മിസംബ്ലാസ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ചില്ലി, കറിവേപ്പില, ഉള്ളി, ഗാർലിക്ക്, ജിഞ്ചർ. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചാൽ മാത്രം മതി. ഉള്ളി നമുക്ക് അരിയേണ്ടത് ചോപ്പ് ചെയ്ത് അരിയാണ്. മുളക് നമുക്ക് 2 ടൈപ്പിൽ അരിഞ്ഞ് വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യമുള്ള ഉപ്പ്, പിന്നെ ഗരം മസാല, ബീഫ് മസാല ഇതിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കാം. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു പുളിപ്പുള്ള നല്ലതാണ് ബീഫിന്. ഇത് വേവിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. അധികം ഹാർഡാവില്ല ബീഫ്, കുറച്ച് നല്ലോണം സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ബീഫ് നമ്മൾ ആദ്യം വേവിച്ചെടുക്കുന്നത്. വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറെ വിസിലിട്ടിട്ട് നമുക്കൊന്ന് അടുപ്പിൽ വെക്കാം. ഒരു 4 വിസിലാണ് അടിക്കേണ്ടത്. 4 വിസിലാകുമ്പോഴേക്ക് ബീഫ് വേവും. ഇപ്പം നമ്മൾ വിസിലടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നന്നായിട്ട് എയർ പോയതിനു ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ബീഫ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് കളയേണ്ടതുണ്ട്. വെള്ളം ഊറ്റി കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളം ഒന്ന് നമുക്ക് ഊറ്റാം. ഒരു അരിപ്പയിലേക്ക് മാറ്റിയതിനു ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് വെക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിൽ നമ്മൾ ഇത് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കണം. ആ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് 1-2 സാധനങ്ങൾ ഇടേണ്ടതുണ്ട്. എന്താണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് അതിനകത്ത് ഓയിൽ ഒഴിക്കാം. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് ഒഴിക്കാം. ഓയിലായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. സൺഫ്ലവർ ഒഴിക്കാം. പിന്നെ അതിനുശേഷം അതിനകത്ത് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് സ്ലൈസ് ചെയ്ത് വെച്ചാണ് ഇടേണ്ടത്. നീളത്തിൽ കീറി വെച്ചത്. മറ്റേത് ചോപ്പ് ചെയ്ത് ഇപ്പോൾ ഇടാനുള്ളതല്ല. അപ്പോൾ അതിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. അതൊന്ന് ആയതിനു ശേഷം എന്ത് ചെയ്യുക, ചെറുതായിട്ട് അധികം മൂപ്പിക്കേണ്ട. പിന്നെ നമുക്കതിലേക്ക് നമ്മളെ ബോയിൽ ചെയ്ത് വെച്ച ബീഫ് ഇടാം. ബീഫ് നമുക്ക് അധികം ആയി വരേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ടൈപ്പിലൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. കാരണം ഓൾറെഡി ബീഫ് വെന്തതാണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമുക്കതായിട്ടുണ്ട്. ഇപ്പം നമുക്കത് കോരി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ചൂടോടെ ക്രഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കണം. കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് നമുക്കത് റെസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാവുള്ളൂ, മിക്സിയിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് വെക്കാം. നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതായത് ഓവറായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഒതുക്കി കിട്ടിയാൽ മതി. അപ്പോൾ അതിനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന്, അതായത് 2 തവണ തിരിച്ചാൽ മാത്രം മതി. ഓവറായിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല. ഓവറായിട്ടായി കഴിയുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഓവറായിട്ട് അടിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടിച്ച് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത ചട്ടി തന്നെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം ഓയിൽ വേസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ അതിൽ ഓയിൽ കൂടുതലുണ്ടെങ്കിൽ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം 4 ഉണക്കമുളക് ഒന്ന് കീറിയിട്ടിടണം. അതിനകത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി. അതിന് മുമ്പേ ഉള്ളി ഇടുക. ഉള്ളി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. ഓവറായിട്ട് ആവേണ്ട ആവശ്യമില്ല. ഉള്ളി, പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച പച്ചമുളക്, ഇത് 2 ഇതിനകത്തിട്ട് വഴറ്റേണ്ടത്. ഉള്ളി നായതിനു ശേഷം പച്ചമുളക് ഇട്ടാൽ മതി. ഉള്ളി ജസ്റ്റ് ഒന്ന് ഓവറായിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായാൽ മാത്രം മതി. പിന്നെ അതിലേക്ക് പച്ചമുളക് ഇടുക. അതിനുശേഷം നമ്മൾ ഉണക്കമുളകും കൂടെ അതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് ഒന്ന് ചൂടായി എടുത്താൽ മതി. നമ്മൾ മസാല ഒന്ന് ആവാൻ വേണ്ടി മാത്രമാണ് ഉള്ളി ആക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇടുന്ന മസാല ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ കുറച്ചിട്ടാൽ മതി. കാശ്മീരി ചില്ലി പൗഡർ എരിവ് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ചൊരു ബീഫ് മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. മസാല ഓൾറെഡി അതിനകത്ത് ഉണ്ടാവും. കുറവാണെങ്കിൽ കുറച്ച് ബീഫ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല.
അതിനുശേഷം നമുക്കൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ചതച്ച് വെച്ച ബീഫൊന്ന് അതിനകത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പിടുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ട, ബീഫിൽ ഉപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ മസാലയിൽ ഉപ്പ് കുറച്ചിട്ടാൽ മതി. അപ്പോൾ അതിൽ ബീഫിൽ ഇൻ കേസ് ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാലും മസാലയിലിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. കാരണം ബീഫിൽ ഉള്ളിൽ ഉപ്പ് പിടിക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഉപ്പ് ഇതിനകത്ത് ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അധികം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക വെച്ചാൽ അധികം മൂപ്പിക്കേണ്ട കാര്യമില്ല. ഒന്ന് നമുക്ക് ആ മസാല എല്ലാം കൂടെ മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു സ്പൈസി ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് പെപ്പറും കൂടി ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം ചേർത്താൽ മതി, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അത് നിങ്ങളുടെ ചോയ്സ് എങ്ങനെയാണ്. നല്ല സ്പൈസി ആണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് മസാലയ്ക്ക് ഒരു മീഡിയം സ്പൈസി ഉണ്ടാവുള്ളൂ. നമുക്കത് ഏകദേശം ആയിട്ടുണ്ട്. കുറച്ചൊരു പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയും ചേർത്ത് പിടിച്ചൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാൻ പറ്റും. കാരണം ഓവറായിട്ട് ഇത് മൂക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില നമ്മൾ നേരത്തെ ബാക്കി വെച്ച് കുറച്ച് കറിവേപ്പിലുണ്ട്, അതും കൂടെ അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബീഫ് ഇടിച്ചത് റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ പ്രിപ്പറേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം അടുത്തൊരു വീഡിയോയിലായിരിക്കും വരുമ്പോഴേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.